കണ്ണൂരിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു ജില്ല, അത് മാത്രമല്ല ഏറ്റവും അധികം വിവാദ ചൂടിൽ നിൽക്കുന്ന ഒരു ജില്ല. എങ്ങനെയാണ് കണ്ണൂരിൻ്റെ ജനത, ഈ വോട്ടർമാർ ഇന്നലെ പ്രതികരിച്ചത്? പോളിംഗ് ശതമാനം എപ്രകാരം? തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ മണ്ഡലമാണ്. 77% നിലവിൽ കണ്ണൂർ ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ 2019 നാം താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ വലിയ കുറവാണ്. കഴിഞ്ഞ തവണ 83% കണ്ണൂർ മണ്ഡലത്തിലെ പോളിംഗ്. നിലവിൽ അത് 77 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ വളരെ വലിയ കുറവുണ്ടായിരിക്കുന്നത്. ഇരിക്കൂർ, അതോടൊപ്പം തന്നെ പേരാവൂർ, കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ 2019 തെരഞ്ഞെടുപ്പ് UDFിന് വലിയ ഭൂരിപക്ഷം സമ്മാനിച്ച മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വലിയ ഇടിവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മട്ടന്നൂരും അതോടൊപ്പം ധർമ്മടം, കൂത്തുപറമ്പ് മേഖലകളിൽ വലിയ പോളിംഗും ഉണ്ടായി. ഇത് CPMനെ വളരെ സന്തോഷപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ മേഖലയിലേക്ക് കൂടുതലായി കടന്നു കയറാൻ, കോൺഗ്രസിൻ്റെ മേഖലയിലേക്ക് കടന്നു കയറാൻ എന്തായാലും രഘുനാഥിന് കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയായ രഘുനാഥിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം സുധാകരൻ്റെ വിശ്വസ്തനും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ നേതാവുമായിരുന്ന രഘുനാഥ് BJPയിലേക്ക് കടന്നതിന് ശേഷമായിരുന്നു ഈ മണ്ഡലം ത്രികോണ മത്സരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമായിരുന്നു ഈ മേഖലയിൽ സുധാകരനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ശക്തിയുള്ള മേഖലയിലേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞത്. BJPയും വളരെ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നു. എന്തായാലും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമായി കണ്ണൂർ മാറി. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീകളാണ്. അതോടൊപ്പം യുവാക്കളും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞു. എന്തായാലും മൂന്ന് മുന്നണികളും വളരെയധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ. പക്ഷേ ഇന്നലെ അത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം ഈ അണികളെ ഈ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ എന്തായാലും മൂന്ന് മുന്നണികൾക്കും കഴിഞ്ഞില്ലെന്നുള്ള വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ മണ്ഡലത്തിൽ കേരളത്തിൽ തന്നെ ചർച്ചയായ പല വിവാദങ്ങളും അതിൻ്റെ എല്ലാം തുടക്കം ഈ മണ്ഡലത്തിൽ നിന്നായിരുന്നു. പ്രധാനപ്പെട്ട EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം ഈ പുലർച്ചെ പോളിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ആരംഭിച്ചിരുന്നു. കാരണം ഇന്നലെ പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു EP ജയരാജനെ തള്ളിപ്പറയുന്നതും അതോടൊപ്പം തന്നെ EP ജയരാജന് ഈ സൗഹൃദ വലയവുമായി ബന്ധപ്പെട്ട് ജാഗ്രത കുറവുണ്ടായി എന്ന അടക്കമുള്ള വലിയ വിമർശനം ഉയരുന്നു. ഇതിന് മറുപടിയായി EP ജയരാജൻ താൻ ഇത്തരത്തിൽ ഈ ജാവ്ദേക്കറെ കണ്ട അടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിന് മറുപടിയായി സുധാകരനും രംഗത്ത് വരുന്നു. ഇത് എത്രത്തോളം CPM പ്രവർത്തകരെ സ്വാധീനിച്ചിട്ടുണ്ടോ, കാരണം ഇത്തരത്തിലുള്ള വിവാദം എങ്ങനെ CPM പ്രവർത്തകർക്ക് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം എന്തായാലും ജൂൺ 4 അറിയാൻ കഴിയും. മറ്റൊരു കാര്യം, UDF കേന്ദ്രങ്ങളിൽ വളരെ വലിയ വോട്ടിംഗ് പോളിംഗ് ആണ് കുറഞ്ഞിരിക്കുന്നത്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഉയർത്തിക്കാട്ടിയായിരുന്നു ഇത്തരത്തിൽ UDF വോട്ട് പിടിച്ചത്. പക്ഷേ 2024 പല സർവേകളും വീണ്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്നൊരു ഉറപ്പ് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് UDF കേന്ദ്രങ്ങൾ നിർജീവമായിരുന്നു. അവർ ഇപ്പോൾ തന്നെ ഒരു പരാജയം തുറന്നു സമ്മതിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതിനാലാണ്